ഈ ഇന്റർ മിലാൻ ടീമുണ്ടല്ലോ, സംഭവം നിസ്സാരമായിട്ട് തള്ളിക്കളയണ്ട. ഇതൊരു ഒന്നൊന്നര ടീമാണ്. സോ ഇന്നലെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ 4-0 അറ്റലാന്റനെ ഇന്റർ മിലാൻ തകർത്തു വിട്ടിരിക്കുന്നത്. തുടർച്ചയായ 4ാം സിറിയ മത്സരത്തിലാണ് അവർ 4 ഗോളുകൾ അടിക്കുന്നത്. സലറന്റീന, റോമ, ലെച്ചെ ആൻഡ് ഇപ്പൊ അറ്റ്ലാന്റ, അതിനു മുമ്പ് യുവന്റസിനെയൊക്കെ തോപ്പിക്കുന്നു. സോ ഒരു ഒന്നൊന്നര പോക്കാണ് നമ്മൾ ഇൻസാഗിയുടെ ടീമാണെങ്കിൽ ഇവിടെ പൊക്കോണ്ടിരിക്കുന്നത്. ഇൻസാഗി ഈസ് ആവറേജിങ് മോർ ദാൻ 2 പോയിന്റ്സ് പെർ ഗെയിം ഈ ഇന്റർ വന്നതിന് ശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ലീഗിൽ. സോ ദിസ് ടീം ഇന്നലെ നമ്മൾ നോക്കാനായിട്ടാണ് അർട്ടനോവിച്ചും അതുപോലെ തന്നെ ലൗതാറോ മാർട്ടിനസുമാണ് സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് മിഡ്ഫീൽഡിൽ ചലനങ്ങളും ഇല്ലായിരുന്നു. പകരം അസ്ലാനി, മാൻ ദാറ്റ് കിഡ് ഈസ് സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ. ഈ അസ്ലാനി പുള്ളി മേ ബി എ ഹോട്ട് പ്രോസ്പെക്ട് താമസിക്കാതെ ആവുന്നുണ്ട് ഇപ്പോൾ ഓൾറെഡി. സോ ഐ തിങ്ക് ദിസ് ടീം ആൻഡ് ഏറ്റവും ലക്കി ചെക്കൻ എന്താന്ന് വെച്ചാൽ ഹീസ് അണ്ടർ ദ റൈറ്റ് മാനേജർ ഇൻസാഗി. ആൻഡ് ഇന്നലെ നമ്മൾ നോക്കാനാണ് 2 ഫുൾ ബാക്സും സ്കോർ ചെയ്യുന്നു, ഡിമാർക്കോയും ഡാർമിയാനും. ലൗതാറോ മാർട്ടിനസിന്റെ വണ്ടർ ഗോൾ, സൂപ്പർ ഗോൾ, വാട്ട് എ സൂപ്പർ സ്ട്രൈക്ക് ഫ്രോം ലൗതാറോ മാർട്ടിനസ്. ഒരു ഒന്നൊന്നര പെർഫോമൻസ് ആയിരുന്നു നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഇന്നലെ. ആൻഡ് ലാസ്റ്റ് ഗോൾ അഗൈൻ ഫ്രം ഫ്രട്ടേസി ഇപ്പം ബെഞ്ചിൽ നിന്ന് ഇറങ്ങി സ്കോർ ചെയ്യാൻ തുടങ്ങുന്നു സ്ഥിരം. സോ ഈ ഒരു ടീമിൽ നമ്മൾ നോക്കാനാണ് ലുക്ക് ഡാർമിയാൻ. മാൻ യുണൈറ്റഡില് ഫ്ലോപ്പ് അഥവാ കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കിയ ഒരു പ്ലെയറിനെ ഇന്റർ മിലാനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സീസൺ ഡംഫേഴ്സിനെക്കാളും കൂടുതൽ ആ ഒരു പൊസിഷനിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡാർമിയാനാണ് ഇൻ ഇന്റർ മിലാൻ. സോ അണ്ടർ ദ റൈറ്റ് കോച്ച്, റൈറ്റ് സിസ്റ്റം, ഏതൊരു പ്ലെയറും തിളങ്ങും, ഏതൊരു പ്ലെയറിനും ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഡാർമിയാൻ. ഇൻസാഗി. സോ ഞാൻ ഇന്റർ മിലാനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റും. പക്ഷെ ഇന്നത്തെ മാച്ച് കണ്ടപ്പോൾ പറയാതിരിക്കാൻ തോന്നിയില്ല. ഒന്നൊന്നര പെർഫോമൻസ് ആയിരുന്നു ഇന്നലെ. ഈ മാച്ചും യുണൈറ്റഡിന്റെ മാച്ചും കൂടെ സൈമിൾട്ടേനിയസ്ലി നോക്കി കാണുമായിരുന്നു. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ടീമില് വിന്നേഴ്സ് ആണ്. ഈ ടീമിൽ അതേ ഒരു വിന്നിങ് മെന്റാലിറ്റി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ആൻഡ് ദിസ് ഇയർ അഗൈൻസ്റ്റ് അത്ലറ്റിക്കോ മാഡ്രിഡ് 1-0 ലീഡുമായിട്ടാണ് മെട്രോപൊളിറ്റാനോട്ട് പോകുന്നത്. ഐ തിങ്ക് അത്ലറ്റിക്കോ മാഡ്രിഡ് ഷുഡ് ബി സ്കെയർഡ് ഓഫ് ദിസ് ഇന്റർ മിലാൻ ടീം. സെക്കൻഡ് ലെഗ് കാര്യങ്ങൾ എളുപ്പമാകത്തില്ല. 1-0 ലീഡ് അവർക്കുണ്ട്. ആൻഡ് ദിസ് ടീം ഈസ് ഡിഫെൻഡിങ് പ്രോപ്പർലി. ഇന്നലെ നമ്മൾ നോക്കുകയാണെങ്കിൽ പവാഡ, ഡിവർജ, ബസ്തോണി ആൻഡ് സോമർ അന്യായ ഗോൾ കീപ്പർ. സോ ഇന്നലെ മാച്ചിൽ ഫസ്റ്റ് സ്കോർ ചെയ്യുന്നത് അറ്റ്ലാന്റയാണ്. പക്ഷെ അത് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ അവിടെ ഒരു ഹാൻഡ് ബോൾ ഇൻസിഡന്റ് ത്രൂ ആണ് അത് വന്നത്. അതിനകത്ത് തന്നെ ആ ഗോൾ ഡിസർവ് ചെയ്തിരുന്നു. അതിനുശേഷം പിന്നെ അറ്റ്ലാന്റിക്ക് പ്രോപ്പർലി അധികം ചാൻസുകളൊന്നും കിട്ടിയില്ല. വളരെ സൂപ്പർബായിട്ടാണ് ഇന്റർ കളിക്കുന്നത്. ഈ ഇന്റർ ടീമിനെ കുറിച്ച് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇൻ ട്രാൻസിഷൻ ദിസ് ടീം ഈസ് സംതിങ് എൽസ്. പ്രോബബ്ലി വേൾഡിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ടീം എന്ന് പറയേണ്ടി വരും ഇൻ ട്രാൻസിഷൻ. വെൻ എവർ ദ ഒപ്പോണന്റ് ബോൾ അവർ റാൻ ചെയ്യാൽ ക്യുക്കായിട്ടാണ് കാര്യങ്ങൾ നീക്കുന്നത്. സോ ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ടു സ്റ്റോപ്പ് ആണ്. ഇപ്പൊ തുറാം ആണെങ്കിൽ ഇപ്പം ഇഞ്ചേർഡ് ഔട്ടാണ്. ബട്ട് അട്ടണോവിച്ച് പുള്ളിയുടെ ഡ്യൂട്ടി ചെയ്യുന്നു. ലിസാൻഡ്രോ മാർട്ടിനസ് കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നത്. ഡിമാർക്കോ, മാൻ വാട്ട് എ പ്ലെയർ, സൂപ്പർ പ്ലെയർ ഈ ഡിമാർക്കോ. ഐ തിങ്ക് ഇന്റർ മിലാൻ മിക്കവാറും മറ്റേ ഓൾ കോസ്റ്റ് പുള്ളിയെ പിടിച്ചു കയറാൻ നോക്കും. പല ടോപ്പ് ക്ലബ്ബുകൾ നോക്കാൻ സാധ്യതയുള്ള ഒരു ലെഫ്റ്റ് ബാക്ക് ആണ്. ആള് കോൺട്രാക്ട് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്തു. സോ ഈ ഇന്റർ മിലാൻ ടീമിൽ ധാരാളം ടോപ്പ് ടാലൻസ് ഉണ്ട്. ഏറ്റവും പ്ലെയർ ഫ്രട്ടേസി ഓഫ് ദ ബെഞ്ച് വന്നിട്ട് പെർഫോം ചെയ്യുന്നു. 25 മില്യൺ ഒരു എനിക്കൊന്ന് ബൈ ഓപ്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു. ലോൺ ആണ് വിത്ത് ഓപ്ഷൻ ടു ബൈയിലാണ് എടുത്തേക്കുന്നത് തോന്നുന്നു. ഫ്രട്ടേസി 25 മില്യൺ എങ്ങാണ്ട് ഓപ്ഷൻ ഉണ്ട്, അത് എക്സിക്യൂട്ട് ചെയ്യുമെന്ന് തോന്നുന്നു. ആൻഡ് അടുത്തായിട്ട് പറയാനായിട്ടുള്ളത് സാഞ്ചസിനെ അവർ ബെഞ്ചിൽ നിന്ന് ഇറക്കുന്നു. അത് നോക്കാനായിട്ടാണെങ്കിൽ ബെഞ്ചിൽ നിന്നും ഓപ്ഷൻസ് ഇറങ്ങിയിട്ട് ടീമിനെ കുറയ്ക്കുന്നില്ല. അവർ അതേപോലെ തന്നെ പെർഫോം ചെയ്യുന്നു. ക്ലാസൻ വരുന്നു. സോ എല്ലാവരും ഈക്വലി ബെഞ്ചിൽ നിന്ന് പ്ലേയേഴ്സ് വരുമ്പോൾ അവർ പെർഫോമൻസ് അതുപോലെ തന്നെ കീപ്പ് ചെയ്യുന്നു. ഇൻസാഗി അവരൊരു പ്രോപ്പർ സിസ്റ്റം ബിൽഡ് ചെയ്യുന്നു. സോ ഈ ഗ്യാസ്പെറിന്റെ അറ്റ്ലാന്റ ഈസ് നോട്ട് ആൻ ഈസി ടീം ടു പ്ലേ അഗൈൻസ്റ്റ്. ബട്ട് ഇന്റർ മിലാനൊക്കെ അവർക്കെതിരെ ഒന്നൊന്നര പെർഫോമൻസ്. ലൗതാറോ മാർട്ടിനസ് 23rd ഗോളാണ് ഈ സീസണിലെ ലീഗിൽ. സോ പുള്ളി അൺസ്റ്റോപ്പബിൾ റണ്ണാണ് അവിടെ ലീഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ക്യാപ്റ്റൻ, അവരുടെ സൂപ്പർ സ്റ്റാർ. പിന്നെ മിഡ്ഫീൽഡ് പറയാനല്ലോ, മിക്കിത്താരിയൻ, ബരേല മാൻ എന്റെ പ്ലെയർ ആണല്ലേ ബരേല. സോ എനിക്ക് സത്യം പറഞ്ഞാൽ ഇന്റർ മിലാൻ കളിക്കുന്ന കാണുമ്പോൾ ഇവന്തോ ഇന്റർ മിലാൻ ആണ് എന്റെ ഫേവറേറ്റ് ചെറിയ ടീം. സോ ഐ എം റിയലി ഹാപ്പി വിത്ത് ദ വേ ദേ പ്ലേ. സൂപ്പർ, റിയലി ഹാപ്പി ഉള്ള പറയാലോ. ഇൻസാഗി ആസ് എ കോച്ച് റിയലി ഒരു മിറക്കിളസ് പെർഫോമൻസ് ആണ് അവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ ഈ പറഞ്ഞ ടീം നോക്കുവാണെങ്കിൽ മിക്കതും ലോ കോസ്റ്റ് സൈനിങ്സ്, ഫ്രീ ഏജന്റ് സൈനിങ്സ് എല്ലാത്തിനും എടുത്തിട്ട് ഇമാതിരി ലെവൽ ഇൻസാഗി പെർഫോം ചെയ്യുന്നു. ഹാറ്റ്സ് ഓഫ് ടു ഇൻസാഗി, ഒന്നും പറയാനില്ല. ആൻഡ് ഡാർമിയാൻ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഡിവർജ്, പവാഡ്, എവരിബഡി ഈസ് പെർഫോമിങ് ദ ഡ്യൂട്ടി. ആൻഡ് ബസ്തോണി പിന്നെ പറയണ്ട. ബസ്തോണിയൊക്കെ ഏതൊരു കോച്ചിന്റെ ഡ്രീമാണ് അങ്ങനത്തെ ഒരു സെന്റർ ബാക്ക് അല്ലെ ബസ്തോണിയൊക്കെ പോലത്തെ. അബിലിറ്റി ഓൺ ദ ബോൾ, അബിലിറ്റി ടു ഡിഫെൻഡ്, ഏരിയയിലുള്ള ഒരു ഡിഫെൻസീവ് അബിലിറ്റി, എല്ലാത്തിനും
ബസ്തോണി സൂപ്പർ. ഒന്നും പറയാനില്ല. സോ ഇന്റർ മിലാൻ മാച്ചസ് ആരെങ്കിലും കാണാത്തുണ്ടെങ്കിൽ ജസ്റ്റ് ഇടയ്ക്കൊന്ന് കാണുക. നമ്മൾ വീണ്ടും വീണ്ടും കാണാനായിട്ട് തോന്നും. സോ ഇൻസാഗി ആൻഡ് ഹിസ് ടീം മാർച്ചിങ് ഓൺ. ലീഗിൽ ഇപ്പം 12 പോയിന്റ് ലീഡായിട്ടുണ്ട്. സീംസ് ലൈക്ക് സിറിയ ഓൾമോസ്റ്റ് അവർ ഷുവർ ആക്കിയിട്ടുണ്ട്. യുവന്റസ് അവരെ ക്യാച്ചപ്പ് ചെയ്യുമെന്ന് തോന്നുന്നില്ല. സോ അവരുടെ അടുത്ത ലക്ഷ്യം ചാമ്പ്യൻസ് ലീഗ് ആയിരിക്കും. ഐ തിങ്ക് ചാമ്പ്യൻസ് ലീഗിൽ നോക്കാം. അത്ലറ്റിക്കോ മാഡ്രിഡ് മെട്രോപൊളിറ്റാനോയിൽ ഐ തിങ്ക് ദേ മൈറ്റ് ഗോ ത്രൂ എന്ന് തോന്നുന്നു അല്ലേ. അമ്മാതിരി ലെവൽ ടീമാണ്. ഐ തിങ്ക് അത്ലറ്റിക്കോ മാഡ്രിഡിന് കാര്യങ്ങൾ എളുപ്പമാവത്തില്ല സെക്കൻഡിൽ. ഫസ്റ്റ് ലെഗിൽ കംപ്ലീറ്റ് അത്ലറ്റിക്കോ ഔട്ട് പ്ലേ ചെയ്തിരുന്നവർ, പക്ഷെ ഒരു ഗോളെ അടിക്കാൻ സാധിച്ചിരുന്നുള്ളൂ. ഐ തിങ്ക് സെക്കൻഡ് ലെഗിലും ഐ തിങ്ക് എവേ ഗ്രൗണ്ട് പ്രഷർ അവർക്കില്ല. ഇപ്പൊ ലാസ്റ്റ് സീസണിൽ റൺ നടത്തുന്നതാണ്. ഇപ്പം സിറിയയില് നിങ്ങൾ നോക്കുക, സിറിയയില് ഇന്റർ മിലാൻ എവേ ഗ്രൗണ്ടുകളിൽ ഹോം ഗ്രൗണ്ട് സാൻസിറോയിൽ കളിക്കുന്ന പോലെ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് എ ത്രെറ്റനിങ് തിങ്. ഉള്ളവരല്ലോ ഒപ്പോണൻസിന് അത് ത്രെറ്റനിങ് തിങ് ആണ്. ഐ തിങ്ക് അത്ലറ്റിക്കോ മാഡ്രിഡ് മെട്രോപൊളിറ്റൻ ശരിയാണ്, അറ്റ്മോസ്ഫിയർ അന്യായമായിരിക്കും. ബട്ട് ദിസ് ടീം ക്യാൻ സഫർ. ദിസ് ടീം ഹാസ് ദ എബിലിറ്റി ടു സഫർ. അതെനിക്ക് ഇന്റർ മിലാന്റെ മാച്ചസ് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. എവേ ഫാൻസ് എത്ര വലിയ അറ്റ്മോസ്ഫിയർ ഒരുക്കുന്ന പറഞ്ഞാൽ ഐ തിങ്ക് ദിസ് ഇന്റർ മിലാൻ ടീം മെന്റലി ഇൻസാക്കി അവരെ പ്രിപ്പയർഡ് ആക്കിയിട്ടുണ്ട് ഫോർ ദാറ്റ്. നമുക്ക് എവേ മാച്ചസിൽ ഇന്റർ മിലാന്റെ ഫിക്സ്റ്റേഴ്സ് കാണുമ്പോൾ പ്രത്യേകിച്ച് കാണാനായിട്ട് സാധിക്കും. സോ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? ഇത് ഇന്റർ മിലാൻ ലീഗ് ഓൾമോസ്റ്റ് ഷുവർ ആയിട്ടുണ്ട്. ഐ തിങ്ക് അതിലധികം പ്രഡിക്ഷന്റെ കാര്യമൊന്നുമില്ല. അത്ലറ്റിക്കോ മാഡ്രിഡ് എവേയിൽ മെട്രോപൊളിറ്റാനിൽ അവർ കടക്കുമോ? ഒരു ഗോൾ ലീഡാണ് ഉള്ളത്, വിച്ച് ഈസ് നോട്ട് ടു ഹൈ. പക്ഷെ ഐ തിങ്ക് അത്ലറ്റിക്കോ മാഡ്രിഡിന് കാര്യങ്ങൾ എളുപ്പമായിരിക്കത്തില്ല.